ലോകം ഉറ്റുനോക്കിയ US-ഇറാൻ സമാധാന ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ ഗൾഫ് മേഖലയിൽ നടുക്കി വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാന്റെ തീരദേശ പ്രവിശ്യയായിട്ടുള്ള ബുഷഹറയിലും തന്ത്രപ്രധാന ഹോർമുസ് കടലിടുക്കിലും ഉണ്ടായ ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങൾ കേവലം ഒരു പ്രാദേശികമായിട്ടുള്ള സംഭവമല്ല. ബുഷഹറയിലെ ജാം പ്രദേശത്ത് വെച്ച് അത്യാധുനിക അമേരിക്കൻ സൈനിക വിമാനം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടതായിട്ട് ഇറാൻ അവകാശപ്പെടുമ്പോൾ ഈ വാദങ്ങളെ പാടത്തള്ളുകയാണ് US പെന്റഗൺ. സമാധാന കരാറിന്റെ തൊട്ടരികിൽ എത്തി നിൽക്കെ ഈ ഒരു പുതിയ സൈനിക നീക്കങ്ങൾ ഗൾഫ് മേഖലയെ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തലിനും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ ഗതാഗതം പുനരാരംഭിക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകളെ ഈ ഒരു സംഭവം എങ്ങനെ ബാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഒരു വശത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്നു, മറുവശത്ത് യുദ്ധത്തിന്റെ കരിനിഴൽ പടരുന്നു. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടിയേക്കുമെന്നുള്ള നിർണായക വാർത്ത കൂടി വരികയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് ധാരണയായതായിട്ടാണ് ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ധാരണാപത്രത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി കൂടി ആവശ്യമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹം ഇതുവരെ ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതായത് ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ അമേരിക്ക ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തൽ വീണ്ടും 60 ദിവസത്തേക്ക് കൂടി നീട്ടിയേക്കുമെന്നുള്ള ചർച്ച സജീവമായിട്ട് നടക്കുന്നതിനിടയിലാണ് ഈ ഒരു സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പുതിയ സൈനിക നീക്കങ്ങൾ സമാധാന കരാറിനെ തകിടം മറിച്ചിരിക്കുകയാണ്. ഇതിൽ അമേരിക്കയുമായിട്ടുള്ള കരാറിനെ കുറിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകളിൽ പങ്കാളികളായിട്ടുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും പ്രാദേശിക സ്രോതസ്സുകളെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസും ആക്സിയോസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചർച്ചയിലെ പുരോഗതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുഷഹർ പ്രവിശ്യയിലെ ജാം പ്രദേശത്ത് വെച്ച് അമേരിക്കയുടെ അത്യാധുനികമായിട്ടുള്ള സൈനിക വിമാനമാണ് ഡ്രോൺ ആക്രമണത്തിൽ തകർന്നത്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായിട്ട് വെടിവെച്ചിട്ട് എന്നാണ് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ ആകാശ പരിധി ലംഘിച്ചതിനാണ് ഈ ഒരു നടപടി എന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ് US പെന്റഗൺ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ ഒരു വിമാനവും തകർക്കപ്പെട്ടിട്ടില്ല എന്നും എല്ലാ സൈനിക ആസ്തികളും സുരക്ഷിതമാണ് എന്നും കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പെന്റഗൺ പറയുന്നത്. എന്തായാലും യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് പോകുമോ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ നോക്കിക്കാണുന്നത്. ഈ ഒരു പുതിയ സംഘർഷം ഉണ്ടാകുന്ന സമയത്തിന്റെ പ്രാധാന്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കീർണമാക്കുന്നത്. ദീർഘനാളത്തെ യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ വീണ്ടും 60 ദിവസത്തേക്ക് കൂടി നീട്ടി വെക്കുന്നതിനുള്ള നിർണായക ചർച്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണിയറയിൽ സജീവമായിട്ട് പുരോഗമിക്കുകയായിരുന്നു. നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ താൽക്കാലിക ശാന്തി കൊണ്ടുവരാനും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ ഗതാഗതം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ ഒരു ധാരണ. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു യുദ്ധം നടന്നിരിക്കുന്നത്. സമാധാന കരാറിന്റെ തൊട്ടരികിൽ എത്തി നിൽക്കെ ഉണ്ടായ ഈ ഒരു സൈനിക നീക്കം വെടിനിർത്തൽ ചർച്ചകളെ പൂർണ്ണമായിട്ടും അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. തങ്ങളെ പ്രകോപിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന് ഇറാനും സമാധാന ചർച്ചകൾ അട്ടിമറിക്കാൻ ഇറാൻ നാടകം കളിക്കുകയാണെന്ന് അമേരിക്കയും പരസ്പരം പറയുന്നുണ്ട്. ഈ ഒരു പുതിയ സംഭവ വികാസങ്ങൾ 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിൽ നിന്ന് ഇരു രാജ്യങ്ങളെയും പിന്നോട്ട് വലിപ്പിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് നയതന്ത്ര വിദഗ്ധർ. ഇതിന്റെ വലിയൊരു ആശങ്ക ഈ പശ്ചിമേഷ്യയും നേരിടുന്നുണ്ട്. അതായത് ഗൾഫ് മേഖല ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പരിശ്രമിക്കുകയാണ്. പക്ഷെ യാതൊരു തരത്തിലുള്ള ഫലവും ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിർണായക നീക്കങ്ങളും ഈ ഒരു ചർച്ചകളും ഒക്കെ വരാനിരിക്കെയാണ് വീണ്ടും ഒരു ആക്രമണം നടത്തിയത്. ഈ രണ്ട് വൻശക്തികൾ തമ്മിലുള്ള തർക്കം കേവലം ഒരു പശ്ചിമേഷ്യയെ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരാൻ കാരണമായേക്കാം. ലോകമെമ്പാടുമുള്ള ഇന്ധന വിലയും കപ്പൽ ഗതാഗതത്തെയും ബാധിക്കുന്ന ഒരു പ്രതിസന്ധി വരും ദിവസങ്ങളിൽ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഹോർമുസ് വളരെ നിർണായകമാണ്. ഇപ്പോൾ ഇറാന്റെ തിരിച്ചടിയിൽ ഹോർമുസിൽ അമേരിക്കയുടെ 4 കപ്പലുകൾ ആക്രമിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതും ഇറാൻ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. തങ്ങൾക്കെതിരെ വരുന്ന ഏതൊരു നീക്കത്തെയും തങ്ങൾ അതിവേഗം തന്നെ, അതായത് അതിദാരുണമായിട്ട് തന്നെ നേരിടും എന്നുള്ള കാര്യമാണ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത്. അതായത് ഞങ്ങളെ നിങ്ങൾ ഇനി ആക്രമിച്ചാൽ ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഏറ്റവും വലിയ പ്രഹരമായിരിക്കും, ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും എന്ന് ഇറാൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹോർമുസിലും വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു യുദ്ധവും നടന്നിരിക്കുന്നത്. ഈ ഒരു യുദ്ധം കേവലം അതിർത്തികളിലെ വെടിവെപ്പുകളിൽ മാത്രം
ഒതുങ്ങുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ വ്യോമസേനയുടെ F-50E യുദ്ധവിമാനം ഇറാന്റെ മണ്ണിൽ തകർന്നു വീണ പശ്ചാത്തലത്തിലാണ് പുതിയ വ്യോമാക്രമണ ആരോപണങ്ങളെ ലോകം ഇത്രയേറെ ഭീതിയോടെ നോക്കിക്കാണുന്നത്. ഇത്തരം ഓരോ സൈനിക നീക്കങ്ങളും വർഷങ്ങളായിട്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള അവിശ്വാസത്തെയും ശത്രുതയും വീണ്ടും ആളിക്കത്തിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കനത്ത സംഘർഷങ്ങൾക്കിടയിലും ശുഭപ്രതീക്ഷ നൽകുന്ന ചില നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. 3 മാസത്തിലേറെയായി തുടരുന്ന ഈ ഒരു യുദ്ധത്തിന് താൽക്കാലിക ശമനം വരുത്താൻ ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര പ്രതിനിധികൾ ഒത്തുതീർപ്പ് ചർച്ചകളിലാണ്. നിലവിലെ വെടിനിർത്തൽ ധാരണ വീണ്ടും 60 ദിവസത്തേക്ക് കൂടി നീട്ടുന്നതിനായിട്ടുള്ള പ്രാഥമിക കരാറിലേക്ക് ഇരുപക്ഷവും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് എത്രത്തോളം അത് നിലവിൽ വരും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ ഒരു ധാരണ യാഥാർത്ഥ്യമാകണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതുവരെ ആ ഒരു അനുമതി ലഭിച്ചിട്ടില്ല. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കർശനമായിട്ടുള്ള നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന മറ്റൊരു ചോദ്യം കൂടി. എന്തായാലും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതികൾ പൂർണ്ണമായിട്ടും നിർത്തിവെക്കുക, ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുക, കൂടാതെ ആഗോള വാണിജ്യ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പുനരാരംഭിക്കുക എന്നിവയാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് പകരമായിട്ട് ഇറാന്റെ മേലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നീക്കാമെന്നും മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന വലിയൊരു തുക ഇറാനിലേക്ക് തിരികെ നൽകുമെന്നുമാണ് US-ന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഈ ഒരു കരാർ ഒപ്പിടേണ്ടത് കേവലം അമേരിക്കയുടെയോ ഇറാന്റെയോ മാത്രം ആവശ്യമല്ല, മറിച്ച് ആഗോള വിപണിയുടെ തന്നെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം ലോകത്ത് ഇന്ധനവാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്കിന് വഴിയാണ്. നിലവിലെ ഈ ഒരു യുദ്ധം മൂലം കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്ധന പ്രതിസന്ധിയാണ് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പെട്രോൾ ഡീസൽ വില റെക്കോർഡ് രീതിയിൽ നിരക്കിലെത്തുകയും പലയിടത്തും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ശ്വാസം നൽകും. മാത്രമല്ല നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധം വലിയ ആശങ്കകളാണ് ഉണ്ടാക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള അസ്ഥിരത അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ കൂട്ടിയെന്ന് മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും അത് ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്ക് കുറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പോലും പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയേറെയാണ്. അതിനാൽ ഈ ഒരു മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ്. ഒരു വശത്ത് സമാധാന കരാറിനുള്ള അവസാനവട്ട ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ബുഷറയിലെ ഈ സ്ഫോടനങ്ങൾ പോലെയുള്ള പ്രകോപനങ്ങൾ തുടരുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ വെക്കുമോ അതോ പുതിയ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും നിലവിലെ സാഹചര്യം വീണ്ടും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഇനിയുള്ള ചർച്ചകൾ വളരെ നിർണായകമായിരിക്കും. എന്തായാലും ഇപ്പോൾ നിലവിലെ ഈ ഒരു യുദ്ധ സാഹചര്യം വീണ്ടും പശ്ചിമേഷ്യ ഭീതിപ്പെടുത്തുകയാണ്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് അത് ചെറുതല്ല. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഇതിൽ അമേരിക്ക യാതൊരു തരത്തിലുള്ള പ്രതികരണവും അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഞങ്ങൾ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് പെന്റഗൺ ഉറച്ചു പറയുന്നത്. എന്നാൽ ട്രംപ് ആണ് ഇതിൽ യാതൊരു പ്രതികരണവും നടത്താതിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ അനുമതി കൊടുത്തെങ്കിൽ മാത്രമേ 60 ദിവസത്തേക്ക് നീണ്ടുപോകത്തുള്ളൂ. പക്ഷെ അത് എങ്ങനെയായിരിക്കും എന്നതാണ് ഇനി നോക്കിക്കാണുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വലിയ നഷ്ടങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോൾ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തിയിട്ട് വീണ്ടും ഒരു ഇരട്ടി പ്രഹരം മേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറാനെ തിരിച്ചടിക്കാൻ അമേരിക്ക ഒരുങ്ങുമോ അതോ ഈ ഒരു സമാധാന കരാറിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. 60 ദിവസത്തേക്ക് നീട്ടി എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ചില ധാരണകൾ വരികയാണ്. അത് എത്രത്തോളമായിരിക്കും ആ ഒരു വെടിനിർത്തൽ ഉണ്ടാകുക എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സജ്ജമാണ്. അതായത് ഒരു കരാറിൽ ഒപ്പുവെച്ച് സമാധാനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനോടൊപ്പം പോകും, അല്ല എങ്കിൽ യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ നിലവിലുള്ളത്. എന്തായാലും ഹോർമുസിലെ 4 കപ്പലുകൾ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് പാടെ തള്ളിയിരിക്കുകയാണ് പെന്റഗൺ. മാത്രമല്ല യുദ്ധവിമാനം തകർത്തു എന്ന് പറയുന്നതും പെന്റഗൺ തള്ളിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം നീക്കങ്ങളൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ ഒരു കരാറിനെ അമേരിക്ക എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലാണ് പെട്ടുകിടക്കുന്ന പശ്ചിമേഷ്യ ഓർക്കേണ്ടത്. കാരണം പശ്ചിമേഷ്യ വളരെ കാലമായിട്ട് ഈ ഒരു യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണം, സമാധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. നമുക്കറിയാം ആദ്യം തൊട്ടേ ഈ മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാനായിരുന്നു.
പക്ഷെ പാകിസ്ഥാനിലെ മധ്യസ്ഥത വന്ന ആ ഒരു ചർച്ച പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഒമാനും കൂടി ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഒമാനോടും US പ്രത്യേക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒമാനും ഇനി രംഗത്ത് എത്തുമ്പോൾ അത് എത്രത്തോളമാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം റഷ്യ പലതവണ പറഞ്ഞതാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ എടുക്കാം, ഞങ്ങൾ ഇതിൽ മധ്യസ്ഥ നിന്നൊരു ഒത്തുതീർപ്പ് വരുത്താം എന്ന് പറഞ്ഞപ്പോഴും ട്രംപ് അതിന് വഴങ്ങിയില്ല. ഇപ്പോൾ ഒമാന് രംഗത്തെത്തുകയാണ്. ഒമാനും ഇപ്പം വഴങ്ങുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്നാൽ പാകിസ്ഥാൻ ഇതിനിടയിൽ വീണ്ടും ചർച്ചകൾ നടത്താനുള്ള പരിശ്രമത്തിലാണ്. ഇതിനിടയിൽ ഏറ്റവും പെട്ടുകിടക്കുന്നത് ഈ പറയുന്ന ഗൾഫ് മേഖലയാണ്. എന്തായാലും സൗദിയും ഖത്തറും അടക്കമുള്ള ഈ ഗൾഫ് മേഖല അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കാരണം ഈ ഒരു യുദ്ധം നിർത്തണമെന്ന് അവർ കിടന്ന് പറയുകയാണ്. പക്ഷേ വീണ്ടും അമേരിക്ക ഈ ഒരു ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയും ഉപരോധത്തിലാക്കുകയും ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം നടന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുജ്തബ ഖമേനി വലിയ രീതിയിലുള്ള അനുമതി കൊടുത്തിരുന്നു. മാത്രമല്ല അവിടുത്തെ ഈ അബ്ബാസ് അരാഗ്ചി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആക്രമണം നടക്കും, അത്രയും മാരക ആയുധങ്ങൾ നിങ്ങളുടെ മേൽ ഏൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ അതൊരു യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയും അല്ല. അത് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത് ഗൾഫ് മേഖലയും അതുപോലെ തന്നെ ഇസ്രായേലിനെ അമേരിക്ക ആയിരിക്കും. അത് വലിയ ആശങ്ക ഇരു രാജ്യങ്ങളിലും നൽകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇറാൻ ഇതിൽ ഏത് തീരുമാനമെടുത്താലും അവർ നിലവിൽ അവരുടെ രാജ്യം ആർക്കും തൊടാൻ കഴിയില്ല, എന്ത് വന്നാലും യുദ്ധം ചെയ്യും എന്നുള്ള നിലപാടിൽ തന്നെയാണുള്ളത്. ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നതാണ് നോക്കിക്കാണേണ്ടത്.